ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട മതബോധന അധ്യാപകന്മാരെ, വാത്സല്യ കുഞ്ഞുമക്കളെ, ആദ്യമായി തന്നെ 2020 ആണ്ടിലെ ക്രിസ്മസ് ദിനത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേർന്നുകൊള്ളുന്നു. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ നാട് എന്നാണ്. അപ്പത്തിൻ്റെ നാട്ടിൽ അപ്പമായി ഭൂജാതനായ ഉണ്ണിയേശു നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നേരുകയും ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ ഒരുപോലെ സംപ്രീതിയിലും വളർന്നു വരുവാനായിട്ട് ഉണ്ണീശോ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിന് നേതൃത്വം നൽകുന്ന മതബോധന അധ്യാപകന്മാരെയും മാതാപിതാക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരിക്കൽ കൂടി ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുകയാണ്. ഒരിക്കൽ തന്റെ അലക്കുകാരന്റെ 2 കഴുതകൾ ഈശോ പിറന്നത് കാണാനായിട്ട് ഉണ്ണീശോയുടെ അടുത്തേക്ക് യാത്രയാവുകയാണ്. ഉണ്ണീശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് മടങ്ങി തിരിച്ചു വരുമ്പോൾ ഒരു കഴുത വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ നടന്നു പോകും. മറ്റേ കഴുത പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ലഭിക്കണില്ല. എന്താണോ, ഞാനിപ്പോൾ ഉണ്ണീശോയെ കണ്ട് പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്കൊന്നും ലഭിച്ചില്ല. അപ്പോൾ മറ്റേ കഴുത ചോദിക്കും, നീ എന്താണ് പ്രാർത്ഥിച്ചത്? അപ്പോൾ കഴുത പറയുക, എൻ്റെ ഈ തോളിലെ ചുമരിലെ ഭാരം ഒന്ന് അകറ്റണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ തന്നെ നീ എന്താണ് ഇങ്ങനെ ഉത്സാഹത്തോടെ നടക്കാനുള്ള കാര്യം? പറയും, ഞാൻ പ്രാർത്ഥിച്ചത് വേറൊന്നുമല്ല, ഈ ചുമരിലെ ഭാരം എനിക്ക് താങ്ങാനുള്ള ശക്തി തരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സ്നേഹം നിറഞ്ഞവര്, നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് വേദനകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും. അതെല്ലാം ഇല്ലാതാകണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതെല്ലാം താങ്ങാനും സഹിക്കാനുമുള്ള ശക്തി എനിക്ക് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ണീശോ പിറക്കുകയുള്ളൂ. ഈ ക്രിസ്മസ് കാലയളവിൽ പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ എനിക്ക് തരുന്ന കുറവുകൾ, എൻ്റെ ബലഹീനതകളെല്ലാം എനിക്ക് താങ്ങായി തണലായി എല്ലാത്തിനും ഉപരിയായി അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങന്റെ ഹൃദയത്തിൽ പിറന്ന് ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. Joy
പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മതബോധന വിദ്യാർത്ഥികളെ, നമ്മൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും നമ്മൾക്ക് മുന്നിലായി നിൽക്കുന്നത് കോവിഡ് കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഘോഷങ്ങൾക്ക് നമ്മൾ പരിമിതിയുണ്ട് ആഘോഷങ്ങൾക്ക്. എങ്കിൽ തന്നെയും എന്ത് ആഘോഷങ്ങൾ നടത്തുമ്പോഴും നടത്തിയില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? കുട്ടികളായ നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ, മനസ്സ് യേശുവിനായി തുറന്നു കൊടുക്കുക. ഉണ്ണീശോ നമ്മുടെ മനസ്സിൽ പിറക്കട്ടെ, അല്ലേ? നമ്മൾ പള്ളിയിൽ പുൽക്കൂടുണ്ട്, വീടുകളിൽ പുൽക്കൂട് വയ്ക്കുന്നു, ഒത്തിരി ആഘോഷങ്ങൾ, നമ്മുടെ നക്ഷത്രങ്ങൾ തൂക്കുന്നു, എല്ലാം ഉണ്ട്. എവിടേക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്താണ്? ഒരു കുഞ്ഞു പുൽക്കൂട്, ഒരു ഉണ്ണീശോ നമ്മുടെ മനസ്സിൽ, കുട്ടികളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ണീശോ ജനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവുന്നു? സന്തോഷവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും എല്ലാം നമുക്കുണ്ടാവുന്നു. ഒപ്പം തന്നെ മാതാപിതാക്കളെ നമ്മൾ പല കാര്യങ്ങളിലും സഹായിക്കുന്നു, പഠന കാര്യങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇതെല്ലാം എന്താണ്? ഉണ്ണീശോ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചെറുതായിട്ട് പറയാൻ കാര്യം കുട്ടികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ കുട്ടികളായിട്ടുള്ള എല്ലാവരും, നമുക്കറിയാം 1ാം ക്ലാസ് മുതൽ 13ാം ക്ലാസ് വരെയുള്ള 1000ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, 1000-ന് മുകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ ക്രിസ്മസ് കാലത്തിൽ നമ്മൾ ഒരു ദിവസം ഒരു പുണ്യപ്രവൃത്തി വിധം ചെയ്യാവുന്ന രീതിയിൽ ഒരു വർഷത്തേക്ക്, നമ്മൾ അറിയുന്നില്ല, ചെറിയ ഒരു പെൻസിലായിരിക്കും ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെറുതായിട്ട് സഹായിക്കണേ. ഇതൊന്നും അല്ലെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ഉള്ളിലൊരു ദുഃഖമായിട്ട് ഭവിക്കുന്നുണ്ടാവാം. അതൊക്കെ എന്താണ്? യേശുവിന്റെ ഒരു ഉള്ളിൽ യേശു ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസംബർ 25 എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ 25-ാം തീയതി മുതൽ അടുത്ത വർഷം 25-ാം തീയതി വരെ ഒരു ക്രിസ്മസ് കാലമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ആ ഒരു വർഷം നമ്മുടെ ഉണ്ണീശോ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്, ഹൃദയത്തിൽ തന്നെ ഉണ്ട്. അടുത്ത വർഷമാകുമ്പോ അത് നമ്മൾ പുനഃപ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഓരോ വർഷവും നമ്മുടെ ഉണ്ണീശോ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ എന്നും നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒപ്പം എല്ലാവർക്കും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ രോഗാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണെങ്കിലും സന്തോഷമായ ഒരു ക്രിസ്മസ് തന്നെ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ക്രിസ്മസ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മഞ്ഞു പെയ്യുന്ന ഈ ഡിസംബർ മാസത്തിൽ വീണ്ടും ആ സദ്വാർത്തയ്ക്ക് വേണ്ടി, രക്ഷകന്റെ തിരുപ്പിറവി ആഘോഷത്തിനു വേണ്ടി നാം ഒരുങ്ങുകയാണ്. സംഘർഷങ്ങളും ദുഃഖങ്ങളും മഹാമാരികളും നിറഞ്ഞ ഈ കൊറോണ കാലത്ത് നന്മയുടെ വെളിച്ചമായി ഉണ്ണിയേശു പിറക്കട്ടെ. ക്രിസ്തുമസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ നസ്രത്തിലെ യേശു ക്രിസ്തുവിന്റെ ജനനരേഖയാണ്. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ്. കാലത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. ലോകത്തിന് മുഴുവൻ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ആശംസയുമായാണ് ക്രിസ്തു പിറന്നത്. ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ ഉത്തരമാണ് പുൽക്കൂട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് ചിന്തകളിൽ പ്രാധാന്യം പുൽക്കൂടിന് തന്നെ. നക്ഷത്രങ്ങൾ വർണ്ണം ചൊരിയിക്കുന്ന ആകാശത്തിൽ മാലാഖമാർ ക്രിസ്തുമസ് ഗാനം പാടുമ്പോൾ സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയുന്ന ഈ വേളയിൽ നമുക്കും നക്ഷത്രങ്ങളാകാം. മനസ്സിൽ സ്നേഹത്തിന്റെ പുൽക്കൂട് തീർത്ത് നമുക്കും ഉണ്ണിയേശുവിനെ വരവേൽക്കാം. സദ്വാർത്തകൾ ഉദ്ഘോഷിച്ച് ലോകത്തെ ഉണർത്താൻ ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങൾക്ക് മുൻപിൽ നമുക്കും ഇമ കൂട്ടാം. മഞ്ഞു പെയ്യുന്ന ഈ ക്രിസ്തുമസ് കാലത്തെ സുഹൃതങ്ങൾ കൊണ്ട് നമുക്കും ധന്യമാക്കാം. നമുക്ക് ചുറ്റുമുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ നമ്മുടെ മനസ്സിനെ വെണ്മയുള്ളതാക്കാം. ഉണ്ണിയേശുവിന്റെ ജനന തിരുനാളിനായി കാത്തിരിക്കുന്ന നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.
എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്.